ഏറ്റവും പ്രധാനമായി വീരപ്പനെ ഇപ്പോൾ ഈ കുടുക്കിലാക്കിയിരിക്കുന്നത് വീരപ്പൻ തന്നെ പോലീസുകാർക്കെതിരെ പ്രയോഗിച്ചിരുന്ന ഈ ചതിക്കുഴികൾ അതേ നാണയത്തിൽ തന്നെ പോലീസുകാർ തിരിച്ചടിച്ചു എന്നാണ് ഇതിന്റെ ദൗത്യസേന മേധാവി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വീരപ്പൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വീരപ്പന്റെ സംഘാംഗങ്ങളെ പലതവണയായി അറസ്റ്റ് ചെയ്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ധാരാളം സംഘബലവും ധാരാളം ആയുധബലവും ഉണ്ടായിരുന്ന വീരപ്പന്റെ സേന കാര്യമായി ക്ഷയിക്കുകയും അത് തീരെ സംഘബലം ഇല്ലാതായി തീരുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെടുമ്പോൾ തന്നെ വീരപ്പന്റെ കൂടെ 3 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ ആഭ്യന്തര കലഹവും അതുപോലെ കൂടെയുള്ളവരുടെ സ്വകാര്യ പ്രശ്നങ്ങളും അവരുടെ മൊത്തത്തിലുള്ള ഒരു സംഘത്തെ കാര്യമായി ബാധിച്ചിരുന്നു എന്നത് ഈ സംഘത്തിന്റെ ദൗത്യസേനയ്ക്ക് വളരെ അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചതും. അതുപോലെ വീരപ്പന്റെ കാഴ്ചശക്തി ഈയിടെയായി വളരെ കുറഞ്ഞിട്ടുണ്ടെന്നും കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഈ ദൗത്യസേനയുടെ നീക്കങ്ങളെ വളരെ എളുപ്പത്തിലാക്കാൻ സഹായിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വീരപ്പന്റെ സംഘത്തിൽ മൊത്തമുണ്ടായ ഒരു ക്ഷയമാണ് ദൗത്യസേനയെ ഇപ്പോൾ ഇത്തരത്തിലേക്കൊരു വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ദൗത്യസേനാ മേധാവി അറിയിച്ചത്. ഇന്ന് ദൗത്യസേനാ മേധാവികൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് വീരപ്പന്റെ സംഘബലം ഇതോടെ അവസാനിച്ചുവെന്നും വീരപ്പന്റെ കാലം തന്നെ ഇതോടെ അവസാനിച്ചു, കഴിഞ്ഞ ദിവസത്തെ വീരപ്പന്റെയും സംഘങ്ങളുടെയും വെടിയേറ്റുള്ള മരിക്കലോടെ അവസാനിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലേക്കും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് സ്ഥലങ്ങളിലേക്കോ വീരപ്പന്റെ ഏതെങ്കിലും സംഘാംഗങ്ങൾ ഇപ്പോൾ വീരപ്പന്റെ ഉദ്യമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അവർ കരുതുന്നില്ലെന്ന് തന്നെയാണ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ദൗത്യസേനയുടെ ഭാവി എന്താകും എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ തന്നെ തീരുമാനിക്കണം എന്നും ആണ് ഇന്ന് കെ വിജയകുമാർ അറിയിച്ചിട്ടുള്ളത്. ഈ ദൗത്യസേനയുടെ ഭാവിയെക്കുറിച്ച് തനിക്ക് ഏതാനും സജഷൻസ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു.